students. In the last class we studied about what we studied? Mode of nutrition in plants. Today we are going to study about photosynthesis. Have you heard about photosynthesis? We have already learned that photosynthesis in previous classes. Okay. അപ്പോൾ നമ്മളെല്ലാവരും നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം എന്തുണ്ട്? കിച്ചൺ ഉണ്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അല്ലേ? അതുപോലെ പ്ലാന്റ്സിലും എന്തുണ്ട്? ഒരു കിച്ചൺ ഉണ്ട്. ഏതാണ് പ്ലാന്റ്സിന്റെ കിച്ചൺ? ലീഫാണ്. ലീഫിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലീവ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വേറെ കുറെ ആൾക്കാരുടെ സഹായം കൂടി വേണം അല്ലേ? അപ്പൊ നോക്കിയേ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്താണെന്നാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ്, പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും സൺലൈറ്റിന്റെയും സാന്നിധ്യത്തിൽ പിന്നെ എന്താ ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? എയറിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. ഈ അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൽ എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യപ്പെടുക? ഈ ലീഫിനകത്ത് ടൈനി സ്മോൾ ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ പോർസ് എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? A small tiny pores present on the surface of leaf is called എന്താണ്? സ്റ്റൊമാറ്റ. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണ്? The process of making food by green plants in the presence of carbon dioxide, water and sunlight. ഓക്കെ, പിള്ളേർക്ക് മനസ്സിലായോ? നെക്സ്റ്റ്, അപ്പൊ നമ്മൾ വേറെ ഒരു ന്യൂ ടോപ്പിക് പഠിച്ചു. ഏതാണ്? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? Stomata is small pores അല്ലെങ്കിൽ tiny pores present on the surface of leaf is called stomata. ഈ stomata will help the leaves to absorb carbon dioxide from air. Okay, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ പ്ലാന്റ്സിൽ നമുക്ക് അബണ്ടന്റ് ആയിട്ട് എന്ത് കാണാം? ലീവ്സ് കാണാം അല്ലേ? ഈ ലീവ്സിന് എന്ത് കളറാണുള്ളത്? ഗ്രീൻ കളർ. അപ്പോൾ ഈ ഗ്രീൻ കളർ പ്ലാന്റ്സിന്റെ ലീവ്സിന് ഗ്രീൻ കളർ നൽകാൻ കൊണ്ടുള്ള ഒരു പിഗ്മെന്റിന്റെ സഹായത്തോടെയാണ് ഈ പ്ലാന്റ്സിന്റെ ലീവ്സിന് ഗ്രീൻ കളർ ലഭിക്കുന്നത്. ആ പിഗ്മെന്റ് ഏതാണെന്ന് അറിയാമോ? ഗ്രീൻ പിഗ്മെന്റ്. അതിന്റെ പേരാണ് ക്ലോറോഫിൽ. എന്താണ്? ക്ലോറോഫിൽ. The green pigment chlorophyll. Okay, chlorophyll എന്താണ്? ഗ്രീൻ പിഗ്മെന്റ്. The leaves have a green pigment called chlorophyll. ഈ ക്ലോറോഫിൽ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ് എന്ത്? സൺ എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ വേൾഡിലെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? സൺ ആണ്. ഈ സണ്ണിൽ നിന്നും വരുന്ന സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ, ലീവ്സിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ മീൻസ് ദ ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ലീവ്സ് ആർ കോൾഡ് ക്ലോറോഫിൽ. ഓക്കെ, ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മൾ രണ്ട് ടൈപ്സ് പഠിച്ചു, സ്റ്റൊമാറ്റ ആൻഡ് ക്ലോറോഫിൽ ഫോട്ടോസിന്തസിസിൽ അല്ലേ? ഫസ്റ്റ് വൺ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ tiny pores present on the surface of leaves are called stomata. Okay, ഈ സ്റ്റൊമാറ്റയുടെ അറൗണ്ട് ആയിട്ട് കുറച്ച് സെൽസ് നമുക്ക് കാണാൻ കഴിയും. അതിനെ നമ്മൾ പറയും ഗോഡ് സെൽസ്. എന്താണ്? ഗോഡ് സെൽസ് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ക്ലോറോഫിൽ എന്താണ്? What do you mean by chlorophyll? The green pigment is called chlorophyll. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ലീവ്സിലാണ് കാണപ്പെടുന്നത് ക്ലോറോഫിൽ. ഇനി അപ്പോൾ ഫോട്ടോസിന്തസിസ്
process of making food by green plants in the presence of carbon dioxide, water and sunlight. അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയറിലുള്ള കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ എന്താ ലീവ്സിലുള്ള ടൈനി പോർസ് ആയ സ്റ്റൊമാറ്റ ഹെൽപ്പ് ചെയ്യുന്നു. ഈ സ്റ്റൊമാറ്റയെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് കാണപ്പെടുന്ന സെൽസ് ആണ് ഗോഡ് സെൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രീൻ ലീവ്സ് അല്ലെങ്കിൽ ഇല എന്ത് ചെയ്യുന്നു? ഗ്രീൻ കളറിലെ കൊടുക്കുന്നത് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? ഈ സൺലൈറ്റിനെ, നമ്മുടെ അറ്റ്മോസ്ഫിയർ, അതായത് അൾട്ടിമേറ്റ് സോഴ്സ് ആയ സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ക്ലോറോഫിൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം സ്റ്റൊമാറ്റയും ക്ലോറോഫിലിന്റെയും സഹായത്തോടെ സ്റ്റൊമാറ്റ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു, ക്ലോറോഫിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ എന്ത് പ്രോസസ് നടക്കുന്നു? ഫോട്ടോസിന്തസിസ് നടക്കുന്നു. All of you understand? Once again, photosynthesis. Photosynthesis, the process of making food by green plants by using carbon dioxide and water in the presence of sunlight. Okay, next step. Then during photosynthesis, the chlorophyll contains cells of leaves absorb sunlight. Okay, then the carbon dioxide and water synthesize to or prepare carbohydrates. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയാ? സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് എക്സെട്ര ആർ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? എന്ത് റിലീസ് ചെയ്യുന്നു? ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ്. സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോഹൈഡ്രേറ്റ്സും ഓക്സിജനും റിലീസ് ചെയ്യുന്നു. മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഇറ്റ് വിൽ ഗീവ്സ് ഔട്ട് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓക്സിജൻ. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? അതായത് ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമായി റിലീസ് ചെയ്യുന്നു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലാന്റ്സ് ലീവ്സ് നമ്മൾ കുറേ എന്ത് ചെയ്യണമെന്ന് കഴിക്കണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. കാരണം കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്ത് നൽകുന്നുണ്ട്? എനർജി നൽകുന്നുണ്ട്. ആർ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോസസ്സിനെ നമുക്ക് ഈ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് നടക്കുന്ന കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് എന്തൊക്കെ ഫോം ചെയ്യും? കാർബോഹൈഡ്രേറ്റും ഓക്സിജനും, അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ നോക്കിയേ? കാർബൺ ഡയോക്സൈഡ് plus water which gives in the presence of sunlight and chlorophyll gives out എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെ പ്രസൻസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്സും ഓക്സിജനും ഫോം ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ combine to form in the presence of sunlight and chlorophyll which gives out carbohydrates and oxygen. ഈ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് വരുന്നതാണ് സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ all of you understand? ഓക്കെ, നെക്സ്റ്റ്. ഇനി എല്ലാ ലീവ്സിനും ഗ്രീൻ കളറാണോ? നമ്മുടെ സറൗണ്ടിങ്സിൽ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ലീവ്സിനും ഗ്രീൻ കളറാണോ? കുറേ ലീവ്സ് എല്ലാം
കൂടുതലും ഗ്രീൻ ലീവ്സ് ആണ്. പക്ഷേ ചില പ്ലാന്റ്സിന് ഗ്രീൻ ലീവ്സ് അല്ല, ചില കളർഫുൾ ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോണപ്പ് ആവുന്നില്ലേ? അത് വളരുന്നില്ലേ? അത് വളരണമെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട്? ഫുഡ് അല്ലെങ്കിൽ എനർജി ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഗ്രീൻ പ്ലാന്റ് അല്ല, പക്ഷെ അവയും എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ഉണ്ടായിരിക്കണം? എന്ത് കാണും? ക്ലോറോഫിൽ കാണും. അപ്പോൾ ഈ കളേർഡ് ആയിട്ടുള്ള ലീവ്സിന്റെ പുറത്ത് ഒരു ജസ്റ്റ് മാസ്ക് പോലെ ഗ്രീൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. അതിന്റെ സാന്നിധ്യത്തിലാണ് ആ കളേർഡ് ലീവ്സ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് സ്ലിമ്മി അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡീസിലോ അല്ലെങ്കിൽ ഗ്രീൻ പാച്ചസ്, അതായത് പോൺസിലൊക്കെ ഉണ്ടല്ലോ, വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഗ്രീൻ പാച്ചസ് പുറത്ത് കാണാൻ സാധിക്കും പോൺസിൻ്റെയൊക്കെ മുകളിൽ. അതുപോലെ തന്നെ പിന്നെ ചെളിവെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് അങ്ങനെയൊക്കെ അതിൻ്റെ പുറത്തൊക്കെ ഗ്രീൻ പാച്ചസ് കാണാൻ സാധിക്കത്തില്ലേ? അപ്പോൾ അതെന്താണെന്നറിയാമോ? ഇതെന്താണ്? നമ്മൾ പറയും പായൽ എന്ന് പറയും ഇല്ലേ? അതിന് അങ്ങനെ ഉണ്ടാവുന്നതിന് അവിടെ ഒരു ഓർഗാനിസത്തിന്റെ സഹായത്തോടെയാണ് ഈ ഗ്രീൻ പാച്ചസ് അവിടെ ഉണ്ടാവുന്നത്. ആ ഓർഗാനിസത്തിന്റെ പേരാണ് ആൽഗെ. എന്താണ്? ആൽഗെ. ഈ ആൽഗയാണ് അതായത് നമ്മുടെ സ്ലിമ്മി അല്ലെങ്കിൽ in the green patches in ponds അല്ലെങ്കിൽ stagnant water bodiesലൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്നത് ആരാണ്? ഈ ആൽഗയാണ്. അപ്പോൾ ഈ ആൽഗയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് എങ്ങനെയാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, how green plants food prepare, like this the algae also prepare food through photosynthesis. അതായത് ഫോട്ടോസിന്തസിസ് വഴി ആൽഗ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മെയിൻലി മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ആർ 2 types. ഫസ്റ്റ് വൺ ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷനും. അതിൽ നമ്മൾ ഓട്ടോട്രോപ്സ് എന്താണ്, ഹെറ്ററോട്രോപ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓട്ടോട്രോപ്സ് എന്താണ്? ആനിമൽസ് പ്രിപ്പയർ ഫുഡ് ഫോർ ദംസെൽസ്. സ്വന്തമായി ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന ഓർഗാനിസത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ്. ഓൾ ഗ്രീൻ പ്ലാന്റ്സ് ആർ പ്രിപ്പയർ ഫുഡ് ഫോർ ദംസെൽസ്. നെക്സ്റ്റ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്. അതായത് മറ്റുള്ളവയെ ആശ്രയിക്കുന്ന ആഹാരത്തിന് മറ്റുള്ളവയെ ആശ്രയിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹെറ്ററോട്രോപ്സ് എന്നും. ആ ന്യൂട്രീഷനെ, മോഡ് ഓഫ് ന്യൂട്രീഷനെ പറയും ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിന്? ഫുഡിന് വേണ്ടി. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്താണ്? ഒരു ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നടത്തുന്നത് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഫോട്ടോസിന്തസിസ് നമ്മൾ ഓൾറെഡി കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് 2-3 ടേംസ്, അതായത് 2-3 ടേംസ് നമ്മൾ പുതിയതായി പഠിച്ചു. സ്റ്റൊമാറ്റയും ക്ലോറോഫിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫങ്ഷൻസ് അത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സ് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? എനർജി കിട്ടും. എന്തിനാ? വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് എനർജി വേണ്ടേ? അപ്പോൾ നമ്മൾ ഗ്രീൻ പ്ലാന്റ്സ് നമ്മുടെ ഫുഡിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ നമ്മൾ ഐ വൈൻഡ് അപ്പ് ദ ക്ലാസ്. So all of you, thank you.